ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓണം സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും, മുള്ളു മുറുക്കാണ്. പണ്ടുള്ള അമ്മമാർക്കൊക്കെ കറക്റ്റായിട്ട് അറിയായിരിക്കും. പക്ഷേ ഇതിൽ ചെയ്യുന്നത് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് ആണ് ചെയ്യുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിതിൽ ഉഴുന്ന് പരിപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നാലും വളരെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പൊട്ടുകടല ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്കെല്ലാം വേണ്ട, നമുക്ക് ഇതിന് 2 ടേബിൾ സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ. ഇനി വേണ്ടത് 2 കപ്പ് വറുത്ത പത്തിരിപ്പൊടിയാണ്, നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടല മാവാണ് കേട്ടോ. ഇത് റോ ആയിട്ടുള്ള പച്ചയാണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഇപ്പോഴത്തെ നമ്മുടെ പൊട്ടുകടലയുടെ പൊടി, ഇതാണ് 2 ടേബിൾ സ്പൂണ്. പിന്നെ അയമോദകവും പിന്നെ കുറച്ച് കറുത്ത എള്ളും. 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ കൂടെ ഈ അരിമാവും പിന്നെ കടലമാവ് പിന്നെ നമ്മുടെ പൊട്ടുകടലപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കട്ടകളൊക്കെ കാണും കേട്ടോ നമ്മുടെ കടലമാവിലൊക്കെ. അതൊന്ന് മാറിക്കിട്ടാനാണ്. ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തന്നെ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് അയമോദകം, കറുത്ത എള്ളും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും നമ്മൾ ചേർക്കാം. ഇല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം, നെയ്യോ ചേർക്കാം. ഞാനിപ്പോൾ എണ്ണയാണ് ചേർത്ത്. ഇനി ആ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല തിരുമ്മി തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കും പോലെ തന്നെ പ്രസ് ചെയ്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മുടെ ചൂടുവെള്ളം തന്നെ ഇത് ചേർക്കണം, എങ്കിലേ കറക്റ്റ് ഇത്രയും ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതാ ഞാനിപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റാറിൻ്റെ അച്ചുണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ഈ ഇതിലോട്ടൊന്ന് മാറ്റിയിട്ട് സേവനാരിലിട്ട് നമുക്ക് മാവ് കൂടെ അതിലോട്ടൊന്ന് മാറ്റി നമ്മൾ സാധാരണ ഈ ഇടിയപ്പത്തിനൊക്കെ ചെയ്യും പോലെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് എടുക്കണം. ഇതാ ഇതുപോലെ മുറുക്കിന് ചുറ്റും പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പതിയെ വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ തീ വളരെ ലോ ടു മീഡിയം, അതിലോട്ട് ഒന്ന് ഹൈയിലൊന്ന് വെക്കരുത്. ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പതിയതാവും. ഒരു സൈഡ് ഇങ്ങനെ ചുവന്ന് വരുമ്പോഴത്തേക്കും അടുത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം. പിന്നെ ഇതിൽ തന്നെ ഞാനിപ്പം ചേർത്തത് കടലമാവും പിന്നെ എന്താണ് നമ്മുടെ പൊട്ടുകടല മാവുമാണ് ചേർത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, ഉഴുന്ന്, അപ്പോൾ തൊലിയില്ലാത്ത ഉഴുന്ന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ട് അത് പൊടിച്ച് ചെയ്ത് അതാണെങ്കിൽ 1/4 കപ്പ് ചേർക്കണേ. 4 ടേബിൾ സ്പൂണ് അങ്ങനെ ചേർത്ത് അത് എടുക്കണം. ഇനി അടുത്ത സെറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഇത് ചെയ്യുമ്പോൾ ഈ മാവ് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണമെന്ന് ശ്രദ്ധിച്ചോളണം. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ട്രിപ്പ് ഞാൻ അതുപോലെ ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എല്ലാം ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതിൽ ഉഴുന്ന് പരിപ്പൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉഴുന്ന് പരിപ്പിട്ടും ചെയ്യാം. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.